മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാമായണത്തിൻ്റെ സമകാലീന പ്രസക്തിയെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ രാമായണം വായിക്കുമ്പോൾ, രാമായണം പഠിക്കുമ്പോൾ ആരാധ്യനായ ശ്രീ ONV കുറുപ്പ് അവർകൾ പറഞ്ഞതുപോലെ ഇത് പഠിക്കുക, വായിക്കുക എന്നുള്ളത് ഒരു റൊട്ടീനായിട്ടുള്ള, സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള ഒരു വഴിപാട് ആയിട്ട് പുണ്യം കിട്ടാനുള്ള, സ്വർഗത്തിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ പാപം ഇല്ലാതെയാക്കാനുള്ള ഒരു കർമ്മമായിട്ടാണ് ചിലരെങ്കിലും രാമായണം വായിക്കുന്നത്, കേൾക്കുന്നത്. ഈ രാമായണം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ആദ്യമായിട്ട് ഓർമ്മിക്കാനുള്ളത്, രാമായണം എന്ന ഗ്രന്ഥം മനസ്സിൽ മാറ്റം വരുത്താനുള്ളതാണ്. മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതും തിന്മ നിറഞ്ഞ വ്യക്തികളുടെ തിന്മ നിറഞ്ഞ കർമ്മങ്ങളെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നത്. ഓരോ വ്യക്തിയും, അത് രാഷ്ട്രീയക്കാരനായാലും മലയാളി അല്ലാത്ത പരദേശികൾ ഇവിടെ വന്ന് ചെയ്യുന്നതായാലും, ഇവിടെയുള്ള മലയാളികളായാലും ഗുണ്ടകളായാലും പോലീസായാലും, തിന്മകൾ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ മനസ്സ് തിന്മ നിറഞ്ഞ മനസ്സാവുന്നു, ആയിത്തീരുന്നു. ആ തിന്മ നിറഞ്ഞ മനസ്സാണ് തിന്മ നിറഞ്ഞ ചിന്തകൾക്കും തിന്മ നിറഞ്ഞ കർമ്മങ്ങൾക്കും കാരണമാവുന്നത്. അതുകൊണ്ട് നമ്മുടെ കർമ്മം, നമ്മുടെ കർമ്മഫലം നന്മ നിറഞ്ഞതാവണമെങ്കിൽ മാറ്റം വരേണ്ടത് മനസ്സിലാണെന്ന് ഭാരതീയ ചിന്താധാരകൾ അന്നും ഇന്നും എന്നും പറഞ്ഞിരുന്നു, പറയുന്നു. അപ്പോൾ ഈ മനസ്സിൽ മാറ്റം വരുത്താൻ ഏറ്റവും എളുപ്പ വഴിയാണ് ജീവിതാനുഭവങ്ങൾ കേൾക്കുക. ഓരോരുത്തരുടെ ജീവിതാനുഭവം കേൾക്കുക. അത് എബ്രഹാം ലിങ്കന്റെ കേട്ടാലും വിരോധമില്ല, സോക്രട്ടീസിൻ്റെ കേട്ടാലും വിരോധമില്ല, മഹാത്മാഗാന്ധിയുടേതോ വിവേകാനന്ദൻ്റേതോ ശങ്കരാചാര്യരുടേതോ രമണ മഹർഷിയുടേതോ രാമകൃഷ്ണ പരമഹംസരുടേതോ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദൻ്റെയോ ഗദ്ദാഫിയുടെയോ ആരുടെ കേട്ടാലും വിരോധമില്ല. അതെല്ലാം കേൾക്കുമ്പോഴും അതിൽ നിന്ന് സന്ദേശങ്ങൾ എടുത്ത് നമ്മുടെ മനസ്സിന് മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ആ സന്ദേശം കേൾക്കുന്നത് കൊണ്ടോ വായിക്കുന്നത് കൊണ്ടോ പ്രയോജനമില്ല. നന്മ നിറഞ്ഞ വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും കേൾക്കണം, തിന്മ നിറഞ്ഞ വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും കേൾക്കണം. നന്മ നിറഞ്ഞ വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവർക്കുണ്ടായ നന്മകൾ എന്തെല്ലാമാണെന്ന് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താനും, തിന്മ നിറഞ്ഞ വ്യക്തികളുടെ മനസ്സ് തിന്മ നിറഞ്ഞതായതുകൊണ്ട്, അതിൽ നിന്ന് തിന്മ നിറഞ്ഞ ചിന്തകൾ വന്നതുകൊണ്ട്, അതിൽ നിന്ന് തിന്മ നിറഞ്ഞ കർമ്മങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർക്കുണ്ടായ ദുരിതങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കലുമാണ് യഥാർത്ഥത്തിൽ രാമായണ വായനയുടെ ഉദ്ദേശം. രാമായണത്തിൽ വാൽമീകി മഹർഷി ഇന്ന വ്യക്തി മോശമായിരുന്നു, അയാൾ ചെയ്തതെല്ലാം തിന്മയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന വ്യക്തികളെല്ലാം നല്ലവരായിരുന്നു, അവർ ചെയ്തത് നല്ലതാണ്, നിങ്ങൾ അത് ഫോളോ ചെയ്യണം, മറ്റേത് ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല വാൽമീകി. എന്താ അങ്ങനെ പറയാതിരിക്കാൻ കാരണം എന്നറിയോ? വാൽമീകി മഹർഷി തന്നെ രാമായണത്തിൻ്റെ അകത്തെ കഥാപാത്രമാണ്, ചരിത്ര പുരുഷനാണ്. അപ്പോൾ എൻ്റെ വീട്ടിനകത്ത് ഞാനൊരു കാര്യം എഴുതുകയാണെങ്കിൽ ഞാൻ ഗ്രേറ്റ് ആണെന്ന് എഴുതില്ല. മിക്കവാറും എൻ്റെ ഭാര്യ ഗ്രേറ്റ് ആണെന്ന് എഴുതാനുള്ള അവകാശം എനിക്കില്ല. എൻ്റെ മകൻ മോശമാണെന്ന് ഞാൻ എഴുതാറില്ല. കാരണം ഞാൻ ഇതിനകത്തെ കഥാപാത്രമാണ്. ജനറലി ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
അതുകൊണ്ട് പുരാണങ്ങളിലെ നന്മ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ടാവും, തിന്മ ചെയ്താൽ അയാൾക്കുണ്ടായ ദോഷങ്ങൾ എന്താണെന്ന് എഴുതിയിട്ടുണ്ടാവും. രാമായണത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അത് വായനക്കാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത്രയും ഞാൻ പറയാൻ കാരണം ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് പറയാനാണ്. ഇന്നലെ അതിരാവിലെ ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പം ഇന്നലെ ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ കാലടിയിൽ അവരുടെ പുതിയ തലമുറ അഡ്മിഷൻ കിട്ടിയവർ വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അവരുടെ രക്ഷാകർത്താക്കളും ഉണ്ടായിരുന്നു. അത്യത്ഭുതം തോന്നി. 1.25 മണിക്കൂർ അവിടെ ക്ലാസ് എടുത്തപ്പോൾ ആ ക്ലാസ് കേൾക്കാനിരുന്ന മാതാപിതാക്കളും വിദ്യാർത്ഥികളും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ശ്രദ്ധയോടുകൂടിയായിരുന്നത്. ഏതാണ്ട് 1200 പേര്. 1200 പേര്. പുറത്തെ നല്ല മഴ, മഴക്കോള് എല്ലാം ഉണ്ടായിരുന്നു, കേൾക്കാനിരുന്നു. ഞാൻ ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞു, മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞു, രാമായണത്തെക്കുറിച്ച് പറഞ്ഞു, അല്പം വേദത്തെക്കുറിച്ച് പറഞ്ഞു, ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അമ്മമാരോട് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭാര്യയും ഭർത്താവും മാതാപിതാക്കള് മക്കള് പറഞ്ഞിട്ടല്ല അവർക്ക് ജന്മം നൽകിയത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് മക്കൾക്ക് ജന്മം നൽകിയത്. ആ മക്കളെ സ്നേഹിക്കണം. ആ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മക്കൾക്ക് ബോധ്യപ്പെടണം. ഇതുപോലൊരു അമ്മയും അച്ഛനും ലഭിച്ചത് പുണ്യമാണെന്ന് അവർക്ക് തോന്നണം. ഇതുപോലൊരു മക്കളെ ലഭിച്ചത് പുണ്യമാണെന്ന് നിങ്ങൾ മക്കളോട് പറയണം. അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാനുള്ള യോഗ്യത ഉണ്ടാവണം. ഇങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു. പറഞ്ഞതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ആ പറഞ്ഞത് നിർത്തിയിട്ടും ഇന്നലെ ഒരു വർക്കിംഗ് ഡേ ആണ്, ഗുരുപൂർണിമയാണ്, വർക്കിംഗ് ഡേ ആണ്. ആ വർക്കിംഗ് ഡേയിൽ അവിടെ വന്നിരുന്ന മാതാപിതാക്കളും വിദ്യാർത്ഥികളുടെയും അറ്റൻഷൻ ആദിശങ്കര കോളേജ് മറക്കാൻ പറ്റാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപന. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ അവിടെ ഈ ആദ്യത്തെ ദിവസം ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മേരി മാതാ കോളേജ്, തിരുവനന്തപുരത്തും പാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാം ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഇവിടെ കണ്ട വലിയ പ്രത്യേകത, മാതാപിതാക്കളുണ്ട്, മറ്റിടത്ത് വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. അവരോട് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, രാമായണം എന്ന ഗ്രന്ഥം നോക്കുക. അതിൽ കുടുംബ ബന്ധമാണ് മുഴുവനും പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോകാനല്ല, ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനുള്ള കുടുംബ ബന്ധം. അമ്മ എന്നൊരു കൺസെപ്റ്റ് രാമായണത്തിൽ നോക്കുക. കൈകേയി എന്ന അമ്മയാണ് സ്വാർത്ഥതയോടുകൂടി തൻ്റെ മകനെ രാജാവാക്കണം എന്ന് പറഞ്ഞു. സുമിത്ര ഒരമ്മയാണ്, ധൈര്യമായിട്ട് രാമൻ്റെ കൂട്ടത്തിൽ 14 വർഷം കാട്ടിലേക്ക് പോകാൻ തൻ്റെ മകനെ അനുവദിച്ചു. മണ്ഡോദരി ഒരമ്മയാണ്, അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ കൂട്ടത്തിൽ നിൽക്കരുതെന്ന് മേഘനാഥനോട് മണ്ഡോദരി പറഞ്ഞു. അതുപോലെ തന്നെ ബാലിയുടെ ഭാര്യ താര ഒരമ്മയാണ്, അംഗദനാണ് മകൻ. ആ അംഗദനോട് പറഞ്ഞു, അച്ഛനെ പോലെ വീരശൂര പരാക്രമിയാകണം, പക്ഷെ അച്ഛൻ ചെയ്ത തെറ്റുകളൊന്നും നീ ചെയ്യരുത്. അച്ഛൻ അധാർമിക ബന്ധാവിലൂടെ പോയത് മകനെ നിനക്ക് പാഠമാകണം, നീ പോകരുത്. അപ്പം നമ്മുടെ മുമ്പിൽ അമ്മ എന്ന സങ്കല്പം രാമായണത്തിൽ എത്രയുണ്ടെന്ന് നോക്കാം. കൈകേയി എന്ന അമ്മ, അതുപോലെ കൗസല്യ എന്ന അമ്മ, സുമിത്ര എന്ന അമ്മ, താര എന്ന അമ്മ, മണ്ഡോദരി എന്ന അമ്മ. ഈ അമ്മമാരുടെ എല്ലാവരുടെയും നോക്കാം. ചിലർ വളരെ നല്ലവരായിരുന്നു, ചിലർ പകുതി നല്ലവരായിരുന്നു, ചിലർ വളരെ മോശമായിരുന്നു. ആ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം കൈകേയിയുടെ സ്വാർത്ഥത എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കൗസല്യയുടെ നിസ്സംഗത, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, സുമിത്രയുടെ ധീരത എന്തെല്ലാം ചെയ്തു നോക്കാം, എന്തെല്ലാം നന്മകൾ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ താരയുടെ നന്മയും തിന്മയും കലർന്ന ഉപദേശം. മണ്ഡോദരി എന്ന അമ്മ, ആ മക്കളെ മാറ്റാൻ പറ്റിയില്ല മണ്ഡോദരിക്ക്. അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ കൂട്ടത്തിൽ നിൽക്കരുത് എന്ന് മണ്ഡോദരി പറഞ്ഞു, എങ്കിലും മക്കൾ അനുസരിച്ചില്ല. ഇത് അമ്മ എന്ന സങ്കല്പം. രാമായണത്തിലെ അച്ഛൻ എന്ന സങ്കല്പം നോക്കാം. ദശരഥൻ എന്ന അച്ഛൻ ഹെൽപ്ലെസ് ആയിപ്പോയി. തൻ്റെ മകനെ ആ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നു. തൻ്റെ മറ്റൊരു മകനെ ഭാര്യയുടെ നിർബന്ധപ്രകാരം രാജാവാക്കേണ്ടി വന്നു. ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, അതൊന്ന് വിശകലനം ചെയ്യാൻ പറയാണ്. അച്ഛൻ എന്ന ആ ദശരഥനെ നോക്കാം, അച്ഛൻ എന്ന ബാലിയെ നോക്കാം, എന്തെല്ലാം തിന്മകൾ മക്കളുടെ മുമ്പിൽ ചെയ്തു. അച്ഛൻ എന്ന രാവണനെ നോക്കാം. ആ രാവണൻ
ഈ ഭാര്യയും മക്കളും ഉണ്ടായിട്ടും മറ്റൊരു സ്ത്രീയോട് താല്പര്യമുള്ള ആളാണ്. ആ അച്ഛനാണ് തൻ്റെ മകനെ മേഘനാഥനെ പോലും തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് യുദ്ധക്കളത്തിൽ മരിക്കാൻ പാകത്തിന് വിട്ടത്. അപ്പൊ അച്ഛൻ്റെ സ്വാർത്ഥത, രാവണൻ എന്ന അച്ഛൻ്റെ സ്വാർത്ഥത എത്ര തിന്മകൾക്ക് കാരണമായി നോക്കാം. അപ്പൊ രാമായണത്തിലെ മാതൃസങ്കല്പം നന്മകളും തിന്മകളും കലർന്ന മാതാക്കളെ മുമ്പിൽ നിർത്തിയിട്ട് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് രാമായണത്തിൽ നിന്ന് പാഠമെടുക്കാവുന്നതാണ്. പിതൃസങ്കല്പം, അച്ഛൻ എന്ന സങ്കല്പം, ദശരഥൻ ഒരു അച്ഛനാണ്, അതുപോലെ ബാലി ഒരു അച്ഛനാണ്, രാവണൻ ഒരു അച്ഛനാണ്. പിന്നീടുള്ള കാര്യമാണെങ്കിലും രാമനും ഒരു അച്ഛനാണ്. ലവകുശന്മാരുടെ ആ പിതാക്കന്മാർ എങ്ങനെയാണ് രാമായണത്തിൽ പെരുമാറിയത് നോക്കാം. തീർന്നില്ല. ഇനി ഭാര്യാ പദവി നോക്കാം. അമ്മ, അതുപോലെ അച്ഛൻ, പിന്നെ ഭാര്യ വരുന്നു. ദശരഥന്റെ ഒരു ഭാര്യ കൈകേയി. എങ്ങനെയാ അവർ പെരുമാറിയത്? ഭർത്താവ് മരിച്ചാൽ പോലും വിരോധമില്ല, തൻ്റെ തീരുമാനം നടപ്പാക്കണം. തൻ്റെ മകനെ രാജാവാക്കണമെന്ന് മാത്രമല്ല, മൂത്ത മകനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം. ഒരു സ്വാർത്ഥത കൂടി ഒരു പക്ഷെ കൈകേയിക്ക് ഉണ്ടായിരുന്നിരിക്കും. 14 വർഷം എന്ന സംഖ്യ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? 13 വർഷമാണ് കൈവശാവകാശം. ഇന്നും അത് 13 വർഷമാണ് കൈവശാവകാശം. അപ്പൊ 14 വർഷം ഒന്നുകൂടി കൂടിയാൽ പോലും രാമൻ തിരിച്ചു വരുമ്പോൾ ഭരതന് രാജ്യം രാമന് തിരിച്ചു കൊടുക്കേണ്ടി വരരുത് എന്നായിരിക്കാം ഉദ്ദേശം. ഭരതൻ 14 വർഷം രാജ്യം ഭരിച്ചാൽ കൈവശാവകാശമായി, പിന്നെ രാമൻ തിരിച്ചു വരുമ്പോൾ രാജ്യം കൊടുക്കണ്ട. ആജീവനാന്തം തൻ്റെ മകന് ഈ അയോധ്യാധിപതിയായിട്ട് തുടരാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഭാര്യ. അത് വാർദ്ധക്യത്തിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുന്ന ദശരഥന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, താൻ തൻ്റെ തീരുമാനത്തിൽ മാറി നിൽക്കില്ല എന്ന് പറയുന്ന ഭാര്യ. ഈ വേദനിച്ച് പുളയുന്ന ഭർത്താവിനെ നിസ്സംഗമായിട്ട് നോക്കി നിൽക്കാനല്ലാതെ കൗസല്യ എന്ന ഭാര്യയ്ക്കൊന്നും സാധിച്ചില്ല. അതേ സമയത്ത് സുമിത്ര ഇതിലൊന്നിലും പങ്കെടുത്തില്ല. സുമിത്രയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കൈകേയി ഒരു വശത്ത്, കാട്ടിലേക്ക് പോവേണ്ട രാമൻ്റെ അമ്മ വേറൊരു വശത്ത്, ദശരഥന്റെ അവസ്ഥ വേറൊരു വശത്ത്. അതൊന്നും നോക്കാതെ സുമിത്ര ഒരു നല്ല മിത്രത്തിൻ്റെ എല്ലാ നന്മകളും വെച്ചുകൊണ്ട് ആ സംഭവിച്ചതിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സുമിത്ര എന്ന ഭാര്യ, ഭർത്താവിൻ്റെ കൂടെ കാട്ടിലെ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കാൻ തയ്യാറായിട്ടിറങ്ങിയ സീതാദേവി. സീതയ്ക്ക് കാട്ടിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. സീതയോട് കാട്ടിലേക്ക് പോകണമെന്ന് കൈകേയിയും പറഞ്ഞിട്ടില്ല, ദശരഥൻ സൂചിപ്പിച്ചിട്ടും ഇല്ല. കൈകേയി സീത എന്നുള്ളൊരു വാക്കേ പറഞ്ഞിട്ടില്ല. എന്നിട്ടും സീത പത്നി ധർമ്മം, രാമന്റെ നിഴലായി, രാമൻ നടക്കുന്ന വഴിയിലുള്ള കല്ലും മുള്ളും ഇലകളും മാറ്റാനാണ് എൻ്റെ അച്ഛൻ എന്നെ അയച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങയുടെ നിഴലായി അങ്ങയുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാകും എന്ന് പത്നി ധർമ്മം വിവരിക്കുന്ന സീത. ആ സീത രാമനോട് പറയുന്ന വരികൾ ഗംഭീര. രാമൻ കാട്ടിലൂടെ നടക്കുമ്പോൾ സീതയാണ് മുമ്പിൽ നടന്നതെന്നാ പറയുക. എന്തിനറിയോ? രാമന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അല്ലാതെ ഭാരത സ്ത്രീകൾ ഇന്നും ഭർത്താവിൻ്റെ പുറകിലാ നടക്കാം. അങ്ങനെ ഒരു സീതാദേവി മഹാലക്ഷ്മിയാണെന്ന്, അല്ലെങ്കിൽ രാമൻ മഹാവിഷ്ണുവും സീത മഹാലക്ഷ്മിയുമാണെന്ന് പദപ്രയോഗമൊക്കെ അവിടെ ഇരിക്കട്ടെ, എത്ര ഭംഗിയായിട്ടാ സീതാദേവി. ഇനി ഊർമിളയുണ്ട്. ലക്ഷ്മണൻ 14 വർഷം കാട്ടിലേക്ക് പോവാ. ആ ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുന്ന ദുഃഖവും വേദനയും ഒന്നും അറിയാതെ, ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ലക്ഷ്മണനോട് കാട്ടിലേക്ക് പോകാൻ ആരും പറഞ്ഞിട്ടില്ല, എന്നിട്ടും ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുന്നത് പൂർണ്ണ സമ്മതത്തോടുകൂടി അനുവദിച്ച് ദുഃഖത്തോടുകൂടി 14 വർഷം. ആ ശരിക്ക് ഊർമിളയുടെ ദുഃഖമാണ് ദുഃഖം എന്ന് പറയേണ്ടത്. ഭർത്താവ് കാട്ടിലേക്ക് പോവാ 14 വർഷത്തേക്ക്, തിരിച്ചിനി വരവ് 14 വർഷം കഴിഞ്ഞേ ഉള്ളൂ. എന്തിനു വേണ്ടി പോകുന്നു? രാമനെയും സീതയെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. ആര് പറഞ്ഞിട്ട് പോകുന്നു? തന്നെത്താൻ എടുത്ത തീരുമാനം. രാമൻ വിലക്കിയില്ലേ? രാമൻ വിലക്കി. പിന്നെ എന്തിനാ പോകുന്നത്? പോകാൻ തീരുമാനിച്ചു, അത് തന്നെ. അപ്പൊ ശരിക്കു പറഞ്ഞാല് ആ ലക്ഷ്മണന്റെ ഭാര്യയുടെ ധർമ്മം നിർവഹിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താര എന്ന ബാലിയുടെ ഭാര്യ, ഭർത്താവ് മരിച്ചു കിടക്കുന്നു.
അപ്പോഴും ഭർത്താവിൻ്റെ നന്മകളും തിന്മകളും തിരിച്ചറിയാൻ സാധിച്ച ഭാര്യ. തീർന്നില്ല, രാവണന്റെ ഭാര്യ മണ്ഡോദരിയുണ്ട്. ആ മണ്ഡോദരിയുടെ വരി നോക്കുക. ഭർത്താവിനെ ഉപദേശിക്കുന്ന ഒരു ഉജ്ജ്വലമായ ഭാര്യ മണ്ഡോദരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങക്ക് ഏത് സ്ത്രീയെ വേണമെങ്കിലും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങ് രാജാവാണ്, രാജാതിരാജനാണ്, ലങ്കാധിപതിയാണ്, ശക്തനാണ്, ധനസമ്പത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഇതെല്ലാമുള്ള അങ്ങ് ആ സീതയെ എന്തിനെ സ്വീകരിക്കണം? സ്വയം നാശം വരുത്തി വെക്കണം. മണ്ഡോദരി എന്ന ഭാര്യ ഭർത്താവായ രാവണന് കൊടുക്കുന്ന ഉപദേശം വിവരണാതീതമാണ്. ഒരു രാക്ഷസ കുലമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ രാമായണത്തിലെ മാതൃസങ്കല്പം, രാമായണത്തിലെ പിതൃസങ്കല്പം, രാമായണത്തിലെ ഭാര്യാസങ്കല്പം, രാമായണത്തിലെ ഭർത്തൃസങ്കല്പം അയച്ചു നോക്കാം. കൈകേയിയുടെ ഭർത്താവാണ് ദശരഥൻ. നിങ്ങൾക്കറിയാം, ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് മരണം അടുത്തു വന്നാൽ പോലും, മരിക്കുമെന്ന് ഉറപ്പായിട്ട് പോലും കൈകേയിക്ക് കൊടുത്ത വാക്കിൽ നിന്ന് പുറകോട്ട് പോവാത്തൊരു ദശരഥൻ. 21ാം നൂറ്റാണ്ടിൽ രാമായണം വായിക്കുമ്പോൾ അത് പുണ്യം കിട്ടാൻ മാത്രമല്ല, ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ ധന്യമാക്കാനാണെന്ന് ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് അത് പണ്ട് കൊടുത്തതല്ലേ, അപ്പ കൊടുത്തതല്ലേ, വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതല്ലേ, അതൊക്കെ കാര്യമാക്കാനുണ്ടോ എന്നൊന്നുമല്ല. കൊടുത്തത് തിരിച്ചെടുക്കാൻ പറ്റാത്തത്. വാക്ക് കയ്യിൽ നിന്ന് വിട്ട കല്ലും തോക്കിൽ നിന്ന് വിട്ട ഉണ്ടയും അതുപോലെ തന്നെ വില്ലിൽ നിന്ന് വിട്ട അമ്പും അതുപോലെ നാക്കിൽ നിന്ന് വിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് അറിയാമായിരുന്നിട്ടും ദശരഥൻ തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഒരു ഭർത്താവ്. രാമൻ സീതയെ 14 വർഷവും സംരക്ഷിച്ചു. കാട്ടിലൂടെ പോകുമ്പോൾ തൻ്റെ സുഖസൗകര്യങ്ങൾക്ക് പകരം എല്ലാ നന്മകളും നോക്കി. മാത്രമല്ല, രാമൻ ഭരതനോട് പറഞ്ഞു, ലക്ഷ്മണൻ ഇവിടെ ഇല്ല, ലക്ഷ്മണന്റെ ഭാര്യയ്ക്ക് യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവരുത്, യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ ഭർത്താവായിട്ടുള്ള രാമൻ, ലക്ഷ്മണൻ ഊർമിളയെ ആശ്വസിപ്പിച്ച് പോകാതെ നിവൃത്തിയില്ല. ത്യാഗത്തിന്റെ മൂർത്തിമത് ഭാവമാകുന്ന ലക്ഷ്മണൻ. അതുപോലെ ഭരതൻ 14 വർഷവും ഒരു സന്യാസിയെ പോലെ, ത്യാഗിയെ പോലെ, ബ്രഹ്മചാരിയെ പോലെ എങ്ങനെയാണോ രാമലക്ഷ്മണന്മാര് കാട്ടിൽ വസിക്കുന്നത്, അതേ നിർമ്മലതയോടുകൂടി 14 വർഷം രാജ്യം ഭരിച്ചപ്പോഴും ആ ഭരതന്റെ ഇച്ഛയ്ക്ക്, ഇംഗിതത്തിന് ഒരു മിനിറ്റ് പോലും, അല്പം പോലും വ്യത്യാസം വരാതെ ആ ഭർത്താവ് എങ്ങനെയാണോ ഭാര്യയോട് പെരുമാറിയത്, അത് ഭരതനെ പോലെ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഭരതന്റെ ഭാര്യ ഭർത്താവിനോട്, ഭാര്യയ്ക്ക് ഒരു ഉദാഹരണവും കൂടിയാണ് ഭരതന്റെ ഭാര്യ, ഭർത്താവിന് ഒരു ഉദാഹരണമാണ് ഭർത്താവ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഭർത്താവില് ഒരു ഭർത്താവും കൂടി ഇവിടെ വരുന്നു, രാവണൻ എന്ന ഭർത്താവ്. ഭാര്യ പറയുന്നത് കേൾക്കാത്ത, അനുസരിക്കാത്ത, ഭാര്യയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തൊരു ഭർത്താവ്. പരിണത ഫലം എന്തായി നോക്കാം. ഒരു പരിധി വരെ ബാലിയും അത് തന്നെയാണ്. താരയുടെ ഉപദേശങ്ങൾ കേൾക്കാതെ അനുജനെ സ്വീകരിച്ച് ഒരുമിച്ച് കിഷ്കിന്ധ രാജ്യം ഭരിക്കണമെന്ന് താര പല പ്രാവശ്യം പറഞ്ഞു. അതൊന്നും കേൾക്കാത്ത ആ ബാലിക്ക് എന്ത് സംഭവിച്ചു? മണ്ഡോദരിയുടെ ഉപദേശം കേൾക്കാത്ത രാവണൻ എന്ത് സംഭവിച്ചു നോക്കാം. അപ്പൊ ഭർത്താക്കന്മാര് ഏത് ഐഡിയൽ മോഡൽ ആയിരിക്കണം എന്ന് രാമായണം നമ്മളെ ഇതാക്കുന്നു. ഇനി അപ്പൊ നമ്മൾ അമ്മ വായിച്ചു, അച്ഛൻ റോള് വായിച്ചു, ഭാര്യ റോള് വായിച്ചു, ഭർത്താവ് എന്ന റോള് വായിച്ചു. ഇനി പുത്രൻ എന്ന റോള. പുത്രി കാര്യമായിട്ട് അവിടെ വരുന്നില്ല. ആ പുത്രന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. രാമൻ എന്ന പുത്രൻ അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് കൈകേയി എന്ന അമ്മയുടെ വാക്ക് അവിശ്വസിക്കാതെ യാത്രയായ രാമൻ. ആ രാമൻ ഒരു പുത്രന്റെ ഐഡിയൽ മോഡല് 21ാം നൂറ്റാണ്ടിലേക്ക് പോലും ചേരുന്നതാണത്. ലക്ഷ്മണൻ എന്ന പുത്രൻ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോ അമ്മ മകന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞ വരിയുണ്ട് രാമായണത്തില്, ഗമ്യതാമർത്ഥലാഭായ ക്ഷേമായ വിജയായ ച ശത്രുവംശ വിനാശായ പുനർസന്ദർശനായ ച. ഹേ മകനെ, നീ പോവാ, കാട്ടിലേക്ക് പോവാ, ധൈര്യമായിട്ട് പോവാ.
അർത്ഥലാഭായ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വിജയത്തിന് വേണ്ടിയിട്ട്, ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട്, തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വേണം നീ പോകാൻ എന്ന് പറയുമ്പോൾ ധൈര്യത്തോടുകൂടി അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് കാട്ടിലേക്ക് പോയ ഒരു മകൻ, അമ്മ പറഞ്ഞിട്ടാണ്, അത് വിരക്തിയോടുകൂടിയാണെങ്കിലും താല്പര്യമില്ലാതെയാണെങ്കിലും കൈകേയി ഭരതനോട് രാജാവാകണമെന്ന് പറഞ്ഞു. ആ ഭരതന് രാമന്റെ നിർദ്ദേശവും കൂടി കിട്ടിയപ്പോൾ അമ്മ കൊടുത്ത ആ സ്ഥാനം വളരെ നിസ്സംഗമായി നന്ദിഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് ഭരതൻ 14 വർഷം പുത്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് 3 അമ്മമാരെ സംരക്ഷിച്ചുകൊണ്ട് അമ്മയ്ക്ക് തുല്യമായി ഊർമിളയെയും വെച്ചുകൊണ്ട് ആ മന്ദരയെ ഒരു തരത്തിലും വഴക്ക് പറയാതെ മാതൃധർമ്മം നിർവഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭരതനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉത്തമ പുത്രന്റെ അമ്മ ചെയ്ത തെറ്റിനെ തെറ്റായി കണ്ട് അതിൽ തനിക്ക് ഉത്തരവാദിത്വമില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി ആ അമ്മ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം അമ്മയ്ക്ക് മാത്രമാണെന്ന് പറയുമ്പോഴും അമ്മ എന്ന സ്ഥാനത്തെ ഡൈല്യൂട്ട് ചെയ്തില്ല ഭരതൻ. അമ്മ എന്ന സ്ഥാനത്തിന് അർഹിച്ച പ്രാധാന്യം കൊടുത്തു. കാരണം അവരിൽ നിന്നാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതേ. അപ്പൊ അമ്മയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രല്ല, അമ്മയുടെ നിർദ്ദേശം ലംഘിച്ചിട്ടാണെങ്കിലും ഇന്ദ്രജിത്ത് മേഘനാഥൻ അച്ഛന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോഴും അമ്മയോട് ബഹുമാനം ഉണ്ടായിരുന്നു. അംഗദൻ ബാലിയുടെ മകൻ അച്ഛൻ മരിക്കുമ്പോഴും അച്ഛൻ്റെ അന്ത്യകർമ്മം ചെയ്യുമ്പോഴും അമ്മ അച്ഛൻ ആ ബന്ധത്തിന് ഡൈല്യൂഷൻ വരുത്തിയിരുന്നില്ല. അച്ഛനോട് പെരുമാറിയിരുന്ന ഏറ്റവും ഉത്തമമായ രീതിയിലായിരുന്നു അംഗദൻ പെരുമാറിയിരുന്നത്. അതുപോലെ താരയോട് പെരുമാറിയിരുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിൽ രാമായണം എന്ന ഗ്രന്ഥം കർക്കിടക മാസത്തിൽ വായിച്ച് സ്വർഗത്തിലേക്ക് പോകാനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നമ്മൾ വിചാരിക്കുന്ന ആകാശത്തിൻ്റെ മുകളിലുള്ള ഒരു സ്വർഗമല്ല നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ എടുത്ത രീതി തെറ്റാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്താ സ്വർഗം എന്ന് പറയുന്നത്? മനസ്സ്, അതിനെ നല്ലതാക്കുക, അപ്പൊ സന്മനസ്സാവും. ചിന്തകള്, അതിനെ നല്ലതാക്കുക, സച്ചിന്തകളാവും. കർമ്മം, അതിനെ നല്ലതാക്കുക, അപ്പൊ സത്കർമ്മമാവും അഥവാ പുണ്യകർമ്മമാവും. കർമ്മബലം നന്നാക്കുക, അപ്പൊ സത്കർമ്മ ബലമാവും, അത് പുണ്യമായി തീരും. സത്കർമ്മ ബലത്തിന്റെ പ്രതിഫലം ഓട്ടോമാറ്റിക്കലി വരേണ്ടതാ, അതാണ് സ്വർഗം. അപ്പൊ സന്മനസ്, സച്ചിന്തകൾ, സത്കർമ്മം, സത്കർമ്മ ബലം, സത്കർമ്മ പ്രതിഫലം. ഈ സത്കർമ്മത്തെയാണ് നമ്മൾ പുണ്യകർമ്മം എന്ന് പറയുക. സത്കർമ്മ ബലത്തെയാണ് നമ്മൾ പുണ്യം എന്ന് പറയുക. സത്കർമ്മ പ്രതിഫലത്തെയാണ് നമ്മൾ സ്വർഗം എന്ന് പറയുക. അത് ഈ ഭൂമിയില. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction to be experienced by the actor എന്നാ നമ്മൾ പറയുക. For every action there is an equal and opposite reaction to be experienced by the actor. അപ്പം നല്ല കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവുക. ആ നല്ല കർമ്മങ്ങളിൽ ഒന്നാണ് രാമായണം വായിക്കുക, രാമായണം കേൾക്കുക. അതിന് നല്ലൊരു മനസ്സുണ്ടാവണം. ആ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവണം. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം. ആ നല്ല കർമ്മങ്ങളുടെ ഓട്ടോമാറ്റിക്കൽ റിസൾട്ടാണ് സത്കർമ്മ ബലം, പുണ്യകർമ്മം, പുണ്യം, പുണ്യകർമ്മ ബലത്തിൻ്റെ പ്രതിഫലം, സ്വർഗം എന്നെല്ലാം പറയുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ സ്വർഗം ഉണ്ടാവണമെങ്കിൽ, നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം സ്വർഗ സമാനമാക്കണമെങ്കിൽ മാറ്റം വരുത്തേണ്ടത് പുറത്തല്ല, മാറ്റം വരുത്തേണ്ടത് അകത്ത, നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിൽ മാറ്റം വരുത്താനാണ് രാമായണം വായിക്കണം എന്ന് പറയുന്നത്. ആ മനസ്സിൽ മാറ്റം വരുത്താതെ രാമായണം വായിച്ചാൽ വിശക്കുന്നവന് അന്നദാനം വളരെ വലിയ ദാനമാണെന്ന് പറയാറുണ്ട്. ഇപ്പൊ അമ്പലങ്ങളിലെല്ലാം വീട്ടിൽ ഇഷ്ടം മാതിരി തിന്നാനുള്ളവർക്കാണ് അന്നദാനം 10ഉം 15ഉം വിഭവമായിട്ട് കൊടുക്കുന്നത്. അത് മഹാപാപമാണ്, അപാത്രദാനാണ്. അർഹിക്കാത്തവന് ചോറ് കൊടുക്കുക, വീട്ടിൽ തിന്നാനുള്ളവന് ചോറ് കൊടുക്കുക, വീട്ടിലേക്ക് പകർച്ചയായിട്ട് അമ്പലത്തിൽ നിന്ന് ചോറ് കൊണ്ടുപോവുക. എന്താ ഇതിൻ്റെ അർത്ഥം അറിയോ? ശരിക്കും നമ്മൾ പറയാറുണ്ട്, ഈ ദേവസ്വവും ബ്രഹ്മസ്വവും കൊണ്ടുപോകരുത് എന്നുള്ളത്. ദേവന്റെ സ്വത്ത് എന്നാണ് ദേവസ്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ബ്രഹ്മസ്വം, ബ്രഹ്മജ്ഞാനിയുടെ സ്വത്ത്, അത് അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് എടുക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ അമ്പലത്തിൽ വന്ന് ഊണ് കഴിക്കുന്നവരെല്ലാം ഇഷ്ടംമാതിരി വീട്ടിൽ തിന്നാനുള്ളവരും അമ്പലത്തിലേക്ക് ഒന്നും കൊടുക്കാത്തവരും അമ്പലവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരും. അപ്പോ ഈ അന്നദാനം എന്ന് പറയുന്ന മഹത്തായ ദാനം
എത്രത്തോളം വികൃതമാക്കപ്പെട്ടു നമ്മുടെ ക്ഷേത്രങ്ങളിൽ. അതുപോലെ രാമായണ വായന ഒരു പോട്ട്ലൊഗ് പ്രകാരം സദ്യ കഴിക്കാനും ഊട് കഴിക്കാനും അല്ലെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ ചടങ്ങായിട്ടും നടത്തരുത്. പലപ്പോഴും രാമായണം വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് നടത്തുമ്പോൾ ആൾക്കാർ ഡൊണേഷൻ തരുന്നുണ്ടാവും രാമായണത്തിന് എല്ലാ 30 ദിവസവും നടത്താൻ. പക്ഷേ അത് വായിക്കുന്നവരോടും കേൾക്കുന്നവരോടും ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്താനുള്ളതാണ്. മനസ്സിൽ മാറ്റം വരുത്താൻ രാമായണ വായനയ്ക്ക് സാധിച്ചില്ലെങ്കിൽ മെക്കാനിക്കലി രാമായണം വായിക്കുന്നതിൽ കൊണ്ട് പ്രയോജനമില്ല. ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രയോജനമില്ല. ഇപ്പോൾ ഓർമ്മിക്കാനുള്ളത്, രാമായണം നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ഒരു അച്ഛനാണെങ്കിൽ എങ്ങനെ പെരുമാറണം, നമ്മളൊരു അമ്മയാണെങ്കിൽ എങ്ങനെ പെരുമാറണം, ഭാര്യയാണെങ്കിൽ എങ്ങനെ പെരുമാറണം, ഭർത്താവാണെങ്കിൽ എങ്ങനെ പെരുമാറണം, മകനാണെങ്കിൽ മകളാണെങ്കിൽ എങ്ങനെ പെരുമാറണം എന്ന് ജീവിതാനുഭവങ്ങളിലൂടെ കാണിച്ചു തന്ന് നന്മ നിറഞ്ഞ രീതിയിൽ പെരുമാറിയാൽ ജീവിച്ചാൽ എന്തെല്ലാം സംഭവിക്കും, തിന്മ നിറഞ്ഞ രീതിയിൽ ജീവിച്ചാൽ എന്തെല്ലാം സംഭവിക്കും എന്ന് നമ്മളെ അറിയിക്കാനുള്ള ഒരു കുടുംബ ചിത്രമാണ് രാമായണം. ഒരു കുടുംബ ചിത്രമാണ് രാമായണം. ആ കുടുംബ ചിത്രം കണ്ട് വായിച്ച് കേട്ട് അതിലെ അനുഭവങ്ങൾ ഉള്ളിലേക്കെടുത്ത് മനസ്സിനെ മാറ്റി, ചിന്തകളെ മാറ്റി, കർമ്മത്തെ മാറ്റി, കർമ്മബലത്തെ മാറ്റി, കർമ്മത്തിൻ്റെ പ്രതിഫലത്തെ മാറ്റുമ്പോഴാണ് ഈ 10-30,000 ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ, 1 ബില്യൺ സെക്കൻഡ് മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ, ഒരു ദിവസം 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മൾ, ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ ശ്മശാനത്തിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ധന്യമായി ജീവിക്കാൻ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു. ഭക്തിയേക്കാളുപരി വ്യക്തിയും യുക്തിയും നിറഞ്ഞ ആ ഗ്രന്ഥത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നിങ്ങൾ ഇതുപോലെ വിശകലനം ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.